ഒമർ ലുലു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ റണ്ണി റോസ് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു. സെപ്റ്റംബർ ബർത്ത്ഡേ ആയിരുന്നു, ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു. അന്ന് അതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മമ്മൂക്കയുടെ ബർത്ത്ഡേ. നിങ്ങള് സെപ്റ്റംബറിൽ ജനിച്ചവരൊക്കെ ഇങ്ങനെ സ്റ്റാർസ് ആയിക്കൊണ്ടിരിക്കുന്നത് ദൈവാനുഗ്രഹം. നമ്മള് ആഗ്രഹിച്ചിരിക്കുന്നൊന്നും അല്ലല്ലോ. അപ്പോ സെപ്റ്റംബർ 5th ആണ്, എനിക്കൊന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. നല്ലൊരു ദിവസമാണ്, ഒരു സ്പെഷ്യൽ ഡേ. എന്നെ സംബന്ധിച്ചിടത്തോളം 5 ഇഷ്ടമുള്ള ഒരു നമ്പർ തന്നെയാണ്. അപ്പോ ആ ചിലപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇഷ്ടം തുടങ്ങിയത്. ഈ ചങ് ഡയറക്ടർ നമ്മുടെ ഒമർ ലുലു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ റണ്ണി റോസ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ ആയോ? അയ്യോ, എനിക്ക് വയ്യ, ഭയങ്കര കോമഡി ആയിരിക്കും. അതിന് ഞാൻ കമന്റ് ഒന്നും ആക്സിഡന്റ് സംഭവം. ഇപ്പൊ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ ബർത്ത്ഡേയും സെപ്റ്റംബർ. പ്ലീസ്. അമ്മ സാർ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചങ്സിന്റെ ടീം അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുമായിട്ടും ഉണ്ട്. വിളിച്ച് വിഷ് ചെയ്തു അദ്ദേഹം. അപ്പൊ അത് ഈവൻ കഴിഞ്ഞ തവണ ചങ്സ് കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേക്കും അദ്ദേഹം വിളിക്കുകയും വിഷ് ചെയ്യുകയൊക്കെ ചെയ്തു. ഒത്തിരി സന്തോഷം. അങ്ങനെ FB യിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. എന്നാൽ പോലും അങ്ങനെ വിഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്സ് കാണിക്കുന്നു പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ അഭിനയിക്കാൻ എത്തി. വിനയൻ സാറ് വിവാദങ്ങൾക്ക് ശേഷം സിനിമ തുടങ്ങുവാണ്. അപ്പോ ഒരു പേടിയില്ലായിരുന്നോ? എന്തിനാ? അദ്ദേഹം എപ്പം വിളിച്ചാലും ഏറ്റവും സന്തോഷത്തോടു കൂടി പോയി വർക്ക് ചെയ്യും. അദ്ദേഹം എനിക്ക് തോന്നുന്നു ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നത് സിനിമയിലേക്ക്. അതാണ് അതിൻ്റെ ഒരു എന്താ പറയാ സത്യം എന്നുള്ള കാര്യം. സോ അദ്ദേഹം ഒരു സിനിമയിൽ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചെയറിലിരുന്ന് ഇപ്പൊ സംസാരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായത്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഈ ഒരു കഥാപാത്രം എൻ്റെ അടുത്ത് പറയുമ്പം കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് എവിടെയൊക്കെയോ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ആക്ട്രസ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പും കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തവണ അത് വേണ്ടാന്നുള്ള ഒരു ഇത്തവണയെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് ഇനി അതിനുശേഷം കുറച്ചൊന്ന് കുറയ്ക്കാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് വിനയൻ സാർ ഈ ഒരു കഥാപാത്രം പറയുന്നത്. സോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു, വിനയൻ സാറിനൊപ്പം വർക്ക് ചെയ്യാനുള്ളത്. അതിനപ്പുറത്തേക്ക് മണിച്ചേട്ടൻ്റെ സിനിമ, മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കലാഭവൻ മണിച്ചേട്ടൻ്റെ ജീവിതകഥ പറയുന്ന ഒരു സിനിമയെന്ന് പറയുമ്പം അതിനൊരു ഇരട്ടി മധുരം തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഈവൻ വർക്ക് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു അവസരം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതെല്ലാം ഈ സിനിമയിലൂടെ ഒരു വലിയ പരിധി വരെയും പരിഹരിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നു. ഒരു ചോക്ലേറ്റ് കളറുള്ള ആണുങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ്റെ അടുത്ത് പ്രണയം തോന്നിയിട്ടുണ്ടോ? എന്തൊരു ക്വസ്റ്റ്യൻ. മണിച്ചേട്ടൻ തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് നമുക്ക് ആർക്കും പ്രണയം തോന്നുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അത്രയും അദ്ദേഹത്തിന്റെ കളറോ ഒന്നുമല്ല, അദ്ദേഹം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഹൃദയം കൊണ്ട് ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് മലയാളികൾ ഇന്നും അദ്ദേഹത്തെ, ഞാൻ ഏതൊരു പ്രോഗ്രാമിന്, ഇപ്പം ഈ സിനിമയായിട്ട് റിലേറ്റഡ് അല്ലാത്തൊരു പ്രോഗ്രാമിന് പോയാലും മണിച്ചേട്ടനെ പറ്റി പറയാത്ത എന്തെങ്കിലും, ഈവൻ ഒരു സെന്റൻസ് ആയാലും, ഇതിന് അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളായാലും എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴും അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്തിരിക്കും. വെറും ഒരു അഭിനേതാവിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു പച്ചയായ മനുഷ്യൻ, അത്രയും മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് കിട്ടിയ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ നിയന്ത്രിക്കുന്നതില് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു റോളും ഇല്ല ചേട്ടാ. പലർക്കും മണിച്ചേട്ടനെ പല രീതിയിലാണ് മിസ് ചെയ്യുന്നത്. ചിലർക്ക് പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരും, മണിച്ചേട്ടനെ ഓർമ്മ വന്നിട്ട് മിസ്സായിട്ട്. അതുപോലെ പല കാര്യങ്ങളും മണിച്ചേട്ടനായിട്ടുള്ളത്. ഇപ്പോൾ ഹണിക്ക് എന്താണ് മണിച്ചേട്ടനെ മിസ് ചെയ്യുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ഒരു കണ്ണ് നിറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പം ശരിക്കും നമുക്ക്
മറ്റുള്ള എല്ലാ വ്യക്തികളെയും പോലെയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നില്ല അത്. കാരണം നമ്മൾ കാണുമ്പോഴെല്ലാം അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാണുമ്പോൾ മീൻസ് നമ്മൾ ടി വിയിലും ചാനൽസിലും ഒക്കെ കാണുമ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് നമ്മളെ വിട്ടു പോവാന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ശരിക്കും ആ ഒരു സമയത്താണ് ഞാൻ തന്നെ ചിന്തിക്കുന്നത്, ഞാൻ എവിടെയാണ് മണിച്ചേട്ടനെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് പലപ്പോഴും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത. അപ്പോഴാണ് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ഇതുവരെയും അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം. സോ അദ്ദേഹത്തിന്റെ ഈവൻ അദ്ദേഹം ചിലപ്പം ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം നമ്മൾ അത്രയും ഒരു ഡീപ്പായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ സിനിമകൾ അത്രയും ഒരു ഇമോഷണലായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മൾ കൂടുതലും ആ ഒരു വ്യക്തിയെ പറ്റിയും അദ്ദേഹം ചെയ്തിട്ടുള്ള മലയാള സിനിമയ്ക്ക് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഈവൻ നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസും ഒക്കെ കൂടുതൽ നമ്മൾ അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ മനസ്സിലാക്കുന്നത്. ഈ സിനിമ കണ്ടിരുന്നു? ചാലക്കുടിക്കാരൻ സിനിമ ഞാൻ എൻ്റെ പോർഷൻസ് ഞാൻ കണ്ടിരുന്നു. അതേപോലെ തന്നെ മണിച്ചേട്ടനായിട്ട് ചെയ്തിരിക്കുന്നത് രാജാമണിച്ചേട്ടനാണ്. അദ്ദേഹം ചെയ്ത കുറേ സീക്വൻസ് കണ്ടിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സിനിമ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും കണ്ടവരുടെ പറഞ്ഞ റിവ്യൂസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മലയാളികൾ 2 കൈ നീട്ടിയും സ്വീകരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മണിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പാട്ട് ഏതാ? മണിച്ചേട്ടൻ്റെ നമ്മളിപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. എല്ലാം തന്നെ ഭയങ്കര രസമായിട്ടുള്ള സോങ്സ് ആണ്. അതിൽ ഞങ്ങളുടെ സിനിമയിൽ 2 പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടൻ. ഒന്ന് മണിച്ചേട്ടൻ്റെ സെയിം വോയിസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ പാടി ചെയ്തിട്ടുണ്ട്. അത് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്നുള്ള പാട്ടാണ്. പിന്നെ വേറൊരെണ്ണം ആരാരും ആവാത്ത കാലത്ത് ഞാനൊരു ഓട്ടോ പാട്ടാണത്. അതിന് രണ്ടിനും എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ല റെസ്പോൺസാണ്. ഈവൻ നമ്മളൊരു നെഗറ്റീവ് കമൻറ്റ് പോലും നമുക്ക് തപ്പിയെടുക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു റെസ്പോൺസാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റു സമൂഹത്തിൽ നിന്നും ലഭിച്ചത്. നിന്റെ ഒബ്സർവേഷൻ ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് വിനയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? എനിക്കൊരു ചേഞ്ച് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ ബോയ് ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പം ചാലക്കുടിക്കാരൻ ചെങ്ങാതിയിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓരോ സീൻസും അല്ലെ ഓരോ ഷോട്ടും കഴിയുമ്പോൾ സാറിൻ്റെ അടുത്ത്, സാർ ശരിയാവുന്നുണ്ടോ, സാർ ഒന്നും പറയുന്നില്ലല്ലോ, ഓക്കെ ആണോ? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ സാറെന്ന് പറയാതെ. കാരണം ബോയ് ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെ വഴക്ക്, ഭയങ്കരമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ വഴക്കുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിനിമയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഭയങ്കര ആ ഒരു കംഫർട്ട് എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഒരു വളർച്ച. കാരണം ഇത്രയും വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം അദ്ദേഹത്തിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നന്നാക്കിയ കഥാപാത്രം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഈവൻ ഞാനും രാജാമണി ചേട്ടനും തമ്മിലുള്ള സീൻസ് പോലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഓരോ ഡയലോഗ്സ് പോലും നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന, കാരണം ഇതൊക്കെയാണ് നമ്മുടെ മണിച്ചേട്ടൻ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് നമ്മളെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന സീൻസ് ആയിരുന്നു ആ സിനിമയിലുള്ളത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു 6-7 സീൻസേ ഉള്ളൂ എനിക്ക് ഈ സിനിമയിൽ. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു കഥാപാത്രം തന്നെയാണ് ഈ സിനിമയിൽ. ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഹണീനെ എന്തുകൊണ്ടാണ് വിനയൻ സാർ വിളിച്ചതെന്നുള്ള ചോദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കുട്ടിയാണ്. പിന്നെ ഞാൻ ആക്ട്രസ് ആയിട്ട് 2-3 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു കഥാപാത്രം ആക്ട്രസ് ആയിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പം ചിലപ്പോൾ പിന്നെ പറഞ്ഞാൽ വില്ലത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, വില്ലത്തിയായിട്ടുള്ള ആക്ട്രസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള വ്യക്തി ഞാൻ തന്നെയാണ് തോന്നിക്കാണായിരിക്കാം അദ്ദേഹത്തിന്. ഐശ്വര്യമായിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ആ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അതാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഈ മണിച്ചേട്ടൻ്റെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് എനിക്ക് തോന്നുന്നു റിലേറ്റഡ് ആയിട്ടുള്ള പല കഥാപാത്രങ്ങളുണ്ട്. അദ്ദേഹം സിനിമ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പല സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ഇന്ന ആള് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആളുകളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐശ്വര്യ റായുടെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ഡൗട്ടായിരുന്നു, ഇവരിൽ ആരാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതിലാരാണ് നിങ്ങളുടെ കഥാപാത്രമായിട്ട് വരുന്നത്? എനിക്ക് തോന്നുന്നു ഇവരിൽ പലരും ഉണ്ട് എൻ്റെ ഒരു കഥാപാത്രമായിട്ട്. വേണമെങ്കിൽ ഇവരിൽ പലരെയും നമുക്ക് കാണാം.
പക്ഷെ എന്നാൽ ഇവരിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആരുമായിരിക്കില്ല ചിലപ്പോൾ. അത് പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരോട് എന്താ പറയുന്നത്? ഇപ്പം ചാലക്കുടിക്കാരൻ ചങ്ങാതിനെ പറ്റി എവിടെ ചെന്ന് പറഞ്ഞാലും ആളുകളുടെ ഒരു റെസ്പോൺസ് നമുക്കറിയാൻ പറ്റും. അത്രയും പ്രതീക്ഷയോടെയാണ് ആളുകൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ മണിച്ചേട്ടൻ്റെ സിനിമ, ഞങ്ങളുടെ മണിച്ചേട്ടൻ്റെ ജീവിതം ഞങ്ങൾക്ക് കാണണം എന്നുള്ള അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആളുകൾക്കുള്ളത്. അപ്പം അവർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പടം കാണാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് മണിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും പടം മിസ് ചെയ്യാൻ പാടില്ല. ഞങ്ങളിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടും ഇതൊരു ബയോപിക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ചെയ്ത സീൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് 100% നീതി പുലർത്തുന്ന സിനിമ തന്നെയായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും പടം പോയി കാണുക. താങ്ക് യു.